അവര് പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയോ എന്തോ ഒരു ലൂപ്പ് ഹോൾ, ഒരൊറ്റ ലൂപ്പ് ഹോൾ ബാക്കിയിട്ടിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ആ ഒറ്റ ലൂപ്പ് ഹോളും അയാളുടെ അവസാനത്തെ അപൂർണ നോവലിൽ നഷ്ടമാകുന്ന ആ വയറ്റിൽ കണ്ണിയും, സ്വന്തം മരണം എഴുതി വെച്ചതിന് അറം സംഭവിച്ചതുപോലെ കേസും. അങ്ങനെ സംഭവിക്കില്ല. തോൽവിയുടെ മുഖം കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാൻ വേറെ ആളെ നോക്കണം. ആ 3 സ്ത്രീകൾക്കും ഈ മർഡറിൽ പങ്കുണ്ട്. 3 സ്ത്രീകളെന്ന് പറയുമ്പോ ഭഗിനി സേവാമയ്ക്ക്, നിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക്, പിന്നെ നിന്റെ ഫ്രണ്ടിന് ശില്പയ്ക്ക്. ആ തള്ളേ മോളെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മാത്രം മുഴുവൻ നേരും പറയുന്ന നിങ്ങൾ അത് രണ്ടും. ചേട്ടാ, ശില്പ അവളെ എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. അമ്മ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിലപ്പോ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പോയിച്ചെടുക്കാൻ സാധിച്ചേക്കും. ആ സ്ത്രീ ഡീപ്പാണ്. എല്ലാ എവിഡൻസും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒരു തുരുമ്പി പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മാറി വേറൊന്ന് പറയാൻ കൂട്ടാക്കുന്ന ടൈപ്പ് അല്ല അവര്. മോള് കൊച്ചുവേണല്ലേ? പോലീസ് മുറയിൽ ശരിക്കുള്ള ഒരൊറ്റ ഇന്ററോഗേഷനിൽ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സത്യം പുല്ലുപോലെ പുറത്തു വരും. ശില്പയെ അറസ്റ്റ് ചെയ്യണ്ട ചേട്ടാ. വേണേൽ ഇവിടെ വിളിച്ചു വരുത്തി. പോരാ, പോലീസ് സ്റ്റേഷന്റെ ഭിത്തി കണ്ടാലേ ചിലർക്ക് സത്യം പറയാൻ നോക്കൂ. ആ കുട്ടിയെ വെറുതെ ഉപദ്രവിക്കുന്നത് കഷ്ടമാണ് ചേട്ടാ. എപ്പോഴും ചിരിച്ചു കാണുമെങ്കിലും ഉള്ളിൽ എപ്പോഴും കരയുന്ന പെണ്ണാണ് അവൾ. എനിക്കറിയുന്ന പോലെ വേറെ ആരും അവൾ അറിഞ്ഞിട്ടില്ല. നീ പറയുന്നത് നിന്റെ സെന്റിമെന്റ്സ്. എനിക്കത് കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഈ സ്റ്റേജില് ഭഗിനി സേവാമായി കസ്റ്റഡിയിലായെന്ന് കണ്ടപ്പോ അവരിൽ നിന്നെങ്ങാനും സത്യം ലീക്ക് ചെയ്താലോ എന്ന് ഭയന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആലോചിച്ചുറച്ച 2 വേറെ വേറെ കഥകൾ പറഞ്ഞ് എന്നെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ആ സ്ത്രീയും മോളും. അത് നടക്കില്ല. ചേട്ടാ പ്ലീസ്, ദയവ് ചെയ്ത് ആ കുട്ടിയെ ലോക്കപ്പിലിടരുത്. ഒരൊറ്റ രാത്രി പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ലൈഫ് അതോടെ സ്പോയിൽഡ് ആകും. അവൾ അതിന് തക്കവണ്ണം ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലെറ്റ് മീ ടെൽ യു സംതിങ്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ചേട്ടാ പ്ലീസ്. ഹലോ, സ്റ്റേഷനല്ലേ? ശില്പയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിക്കണ്ട. ആ മനുഷ്യന്റെ മരണത്തിന് കാരണം ഞാനാണ്. ശില്പയല്ലേ? ആന്റിയെ വിളിച്ചാലും മതി. അനിൽ എന്ന് പറഞ്ഞാൽ അറിയും. ശില്പ ഇവിടെ ഇല്ല. ഇതുവരെ എത്തിയില്ലേ? പുറത്തു പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ 5:30 ഷുവറായിട്ട് തിരിച്ചെത്തുന്ന ഇവിടെ ഇപ്പോഴില്ലാന്ന് പറഞ്ഞില്ലേ? ഉടനെ വരില്ലേ? എനിക്കറിയില്ല. അവളുടെ പ്രോഗ്രാംസ് ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് ഈടെ നിങ്ങളെപ്പോലുള്ളമാർക്കല്ലേ അറിയുന്നത്. എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കുട്ടി ഇപ്പോഴേക്കും മടങ്ങിയെത്തണം. വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, എനിക്ക് എന്റെ ചില ഗസ്റ്റ് വരാനുണ്ട്. അതിന് ഞാനിവിടെ ഇരുന്നു വെച്ച് എനിക്കിത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. വരുമ്പോ ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് നേൽപ്പിച്ചേക്കോ. സിനിമാക്കാരന്റെ ഗിഫ്റ്റ് ആകുമ്പോ അതുവരെ കോസ്റ്റ്ലി ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? അത് വാങ്ങിയിട്ട് മോള് തിരിച്ചു വരാൻ സ്വല്പം വൈകിയാലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലാന്ന് മനസ്സിലായി. മറ്റുള്ളവരെ അറിയുന്നതാ പ്രശ്നം. എന്നോട് ആ കുട്ടി പറഞ്ഞിരുന്നു അവളിന്ന് വൈകിട്ട് അയാളുടെ അടുത്ത് പോകുമെന്ന്. പോകരുന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എങ്ങനെ പോകാതിരിക്കും? അമ്മ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. മോളെ ഒരു കാശുകാരൻ ഒറ്റയ്ക്കിരിക്കുന്ന കോട്ടേജിലേക്ക് പറഞ്ഞയച്ചിട്ട് നാളമില്ലാതെന്ന് പറയുന്നു. വരാൻ ഇരുട്ടുമെന്ന്. 1000ന്റെ കെട്ടുകൾ കൊണ്ട് മോള് തിരിച്ചു വന്നാൽ പ്രൊഫസർക്കായാലും പുളിക്കില്ലെന്ന് മനസ്സിലായി. ഇറങ്ങി പോകാനാ പറഞ്ഞത്. നല്ല കാശുണ്ടാക്കാം. പെണ്ണിന് പ്രായമേ വരുന്നല്ലേ ഉള്ളൂ. I say you get out.
ഇരിക്ക്. മനസ്സിലായില്ല. എന്താ വേണ്ടത്? ഒന്നുകിൽ കാര്യം പറയും, ഇല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതൊരു സ്ഥലം വിട്. ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നെ പർപ്പസ്ഫുൾ ആയിട്ട് ഇവിടെ വന്ന് കയറി ഡിസ്റ്റർബ് ചെയ്യാന്നൊക്കെ വണ്ണം എനിക്ക് നിങ്ങളെ യാതൊരു പരിചയമില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. പണത്തിന്റെയും ഗ്ലാമറിന്റെയും മറവിൽ നിങ്ങൾ വച്ചു കിടത്തുന്ന സകല കളികളും എനിക്കറിയാം. എഴുന്നേക്ക്. ഇറങ്ങണ വെളിയില്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജാട കാണിക്കാതെ പറഞ്ഞു തൊളിച്ചിട്ട് പോ. അതല്ല കണ്ണി കണ്ട ഗുളിയോ പൊടിയോ ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ഷൈൻ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു വന്ന് കയറിയതാണെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. നിങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്തിട്ട് എനിക്ക് പുല്ലും കിട്ടാനില്ല. ഇല്ലല്ലോ. ഇല്ല, ഞാൻ വന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണാനാണ്. എനിക്ക് അവളോട് 2 വാക്ക് ചോദിക്കാനുണ്ട്. അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന പെൺകുട്ടിയോ? ഇവിടെ അങ്ങനൊന്നുമില്ല. അതുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ കയറി കണ്ടുപിടിച്ചോളാം. റൂമിനുള്ളിലെ കയറരുത്. കയറും. ഇല്ല, ഇത് എന്റെ സ്ഥലമാണ്, എന്റെ വീടാണ്. എന്റെ പെർമിഷനില്ലാതെ ഒരുത്തനും ഇതിനകത്ത് കാലെടുത്ത് വെക്കില്ല. വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ പുറത്തോട്ട് വിളിച്ചിറക്കിത്താ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നാണമുണ്ടോ പക്ഷെ നിൽക്ക്. മോളാകാൻ പ്രായമുള്ളൊരു പെണ്ണിനെ ഇറങ്ങി പോ പട്ടി. ഇത് പറയുന്നവരെ ഒരു കൊലയാളിയും ആ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറുമായിട്ട് നമ്മൾ അകന്നുപോയിരുന്നു. ഒരേ ബെഡിൽ കിടന്നെങ്കിലും എനിക്കെന്റെ ചേട്ടനെ പേടിയായിരുന്നു. ഇപ്പോ എനിക്കെന്റെ ചേട്ടനെ തിരിച്ചു കിട്ടിയതുപോലെ, എന്റെ പേടിയെല്ലാം എവിടെയോ പോയതുപോലെ. ഇനി എനിക്കാരെയും പേടിയില്ല, ഒന്നിനും പേടിയില്ല. എന്റെ മനസ്സിപ്പോ ശാന്തമാണ്. ഈ കേസിൽ എന്റെ ചേട്ടൻ തോൽക്കാൻ പാടില്ല. ഇതിന്റെ പേരിൽ എന്റെ ശില്പ നശിക്കാൻ പാടില്ല.
ഡയറക്ടർ ഹരികൃഷ്ണനെ കൊന്നത് ഞാനാണ്. ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിലൊരു പങ്കുമില്ല. ഞാൻ ജീവിതം കൊടുക്കുന്നത് എന്റെ ചേട്ടൻ ഉൾപ്പെടെ ഞാൻ ഇഷ്ടപ്പെടുന്ന 1-2 പേർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടിയതല്ല, സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ വയറ്റിൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ.